കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത് വാക്യം. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിച്ചു കേൾപ്പാൻ തക്കവണ്ണം ഇടവന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ നമുക്കേവർക്ക് പരിചിതമാണ്. സ്തോത്രം. യോഹന്നാൻ്റെ അമ്മയായ എലിസബത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ സക്കറിയാവിന് എലിസബത്തിന് ദീർഘനാളുകൾക്കുള്ള പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം മറുപടി കൊടുക്കുന്ന ഭാഗം നമുക്ക് അവർക്ക് പരിചിതമാണ്. അതിനെ തുടർന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ മറിയുടെ അടുക്കൽ എന്ത് ചെയ്തത്, പോയി യേശുവിൻ്റെ ജനനത്തെപ്പറ്റി മറിയോട് പറയുകയും ആ ദൂത് ഏറ്റെടുത്ത മറിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സ്തോത്രം. എന്നാൽ മറിയ ഗർഭിണിയാകുന്നുണ്ട്. അങ്ങനെ എലിസബത്തിനെ കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് മറിയെ കണ്ട ഉടനെ എലിസബത്ത് പറയുന്നൊരു വാചകമുണ്ട്, അല്ലേ? പല വാക്കുകളുണ്ട് അവിടെ, എന്നാലും സ്തോത്രം പറയുന്നൊരു വാചകം ഇതാണ്. സ്തോത്രം. അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ. ആ നാടുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്കറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവരുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി. അപ്പം മറിയയോടുള്ള ബന്ധത്തിൽ എലിസബത്ത് പറയുക, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എവിടെ നിന്ന് എനിക്കുണ്ട്. അത്രയ്ക്കും ബഹുമാനം മറിയയ്ക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. സ്തോത്രം. അതിനുശേഷം അതെല്ലാം നന്മകൾ, ആ ഒരു ചിന്തകളൊക്കെ പറയുമ്പോൾ മറിയ വിശ്വസിച്ച് പറയുന്നൊരു കാര്യമാണ്. സ്തോത്രം. നമ്മൾ ഈ വാക്യങ്ങൾക്കകത്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിലൊരു ഭാഗം, അത് 46 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ മറിയ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയുന്ന ഭാഗങ്ങളാണ്. അതിൽ 50-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്താണ് 50-ാമത് വാക്യം പറയുന്നത്? അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനൊരു നന്മ, ഇങ്ങനൊരു ഭാഗ്യം, ഇങ്ങനൊരു സ്തോത്രം, വിടുതൽ മറിയയുടെ ജീവിതത്തിൽ ലഭ്യമായി? ശ്രദ്ധിക്കണേ, ലോകത്തിൽ വെച്ച് സ്ത്രീകൾ അനേകായിരങ്ങൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉലകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്നും നമ്മൾ സ്തോത്രം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറിയാണ് മറിയ എന്ന് പറയുന്നത്, അല്ലേ? സ്തോത്രം. മറിയെ നമ്മൾ ആരാധിക്കുന്നില്ല. അതിനകത്ത് അങ്ങനെ ആരാധിക്കാൻ വ്യവസ്ഥയും ബൈബിളിനകത്തില്ല. എന്നാൽ നമ്മൾ മറിയെ ബഹുമാനിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് ജനനം കൊടുത്തൊരു സ്ത്രീയായിരുന്നു മറിയ. അതിനുവേണ്ടി ദൈവം മറ്റൊരാളും തിരഞ്ഞെടുത്തില്ല. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മറിയെ തന്നെയായിരുന്നു. എന്തുകൊണ്ട് മറിയെ തിരഞ്ഞെടുത്തു? അത് ദൈവം കണ്ട ക്വാളിറ്റീസ് അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൽ ഒന്നാണ്, അവൾ ദൈവത്തെ ഭയപ്പെടുന്നവൾ ആയിരുന്നു. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ തലമുറയായി കരുണ ലഭിക്കാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൈമാറുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ നന്മകൾ, അനുഗ്രഹങ്ങൾ, അത് വെറുതെ ഒരാളിലേക്ക് ഇറങ്ങി വരാറില്ല. അത് ദൈവത്തെ ഭയപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. തിരുവചനം ഇങ്ങനെ പറയും, മുമ്പേ നമ്മൾ കരുണയില്ലാത്തവർ, ഇപ്പോഴും നമ്മൾ കരുണ ലഭിച്ചവർ തന്നെ. എന്തുകൊണ്ട് നമുക്ക് കരുണ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. സ്തോത്രമല്ല, ദൈവത്തെ ഭയപ്പെട്ടാൽ തലമുറയോളം, ഒരു തലമുറ കൊണ്ട് തീരുന്ന ഒരു കരുണയല്ല നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. പകരം തലമുറയോടെ കരുണ ലഭിക്കുന്ന തരത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ എന്ത് ചെയ്യുക, ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. അങ്ങനെ ഭയപ്പെട്ട് മുന്നോട്ട് ക്രിസ്തീയ ജീവിതം നയിച്ചാൽ ദൈവത്തിൻ്റെ കരുണ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവ്, അവിടുത്തെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.